സോ അപ്പോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമ്മൾ ലൈറ്റ്ലി നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമുക്കറിയാം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിന്. അപ്പോൾ ലൈറ്റ്ലി നമുക്ക് കുറച്ച് പഴയ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും അതേപോലെ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനുകളെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊരു ചെറിയ വീഡിയോ ഇടുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ടോപ്പിക് അറിഞ്ഞൂടാന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ എന്ത് ചെയ്യാം, ഓരോ ടോപ്പിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, വായിക്കും. സപ്പോസ് ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്കില്ലാണ് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ N2 ഈസ് എ ഡയറ്റോമിക് മോളിക്യൂൾ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് കോവാലന്റ് ബോണ്ട് ഇൻ ദിസ് മോളിക്യൂൾ. ഓക്കെ, N2 എന്ന് പറയുന്നത് ഒരു N2 is a diatomic molecule. N2 എന്ന് പറഞ്ഞ ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കി എന്താണ് ഈ ഡയറ്റോമിക് മീൻസ്. എടാ നോട്ട് ചെയ്തോ. ഡയറ്റോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം രണ്ട് ആറ്റംസ് ഉള്ളതെന്നാണ്. ഓക്കെ അല്ലേ? നമ്മൾ സാധാരണ ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാറ് O2, N2, H2. കണ്ടോ? എപ്പോഴും രണ്ട് ആറ്റങ്ങൾ ചേർന്നിരിക്കുമ്പോഴാണ് ഇവർ സ്റ്റേബിൾ ആവുക. അതുകൊണ്ടാണ് ഇവർ എന്ത് വിളിക്കുക? ഡയറ്റോമിക് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? സോ ഡയറ്റോമിക് മീൻസ് എന്താണ്? രണ്ട് ആറ്റങ്ങൾ ചേർന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ അതേ ഉള്ളൂ ഡയറ്റോമിക്കിന്റെ അർത്ഥം. ഓക്കെ, ശ്രദ്ധിക്കാം. സോ അടുത്ത ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് കോവാലന്റ് ബോണ്ട് ഇൻ ദിസ് മോളിക്യൂൾ. അപ്പൊ ഇത് കോവാലന്റ് ബോണ്ടാന്ന് മനസ്സിലായി. ഇനി എന്ത് ടൈപ്പ് കോവാലന്റ് ബോണ്ടാന്ന് കൂടെ നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. എന്ത് ടൈപ്പ് കോവാലന്റ് ബോണ്ടാന്ന് കൂടെ മനസ്സിലാക്കിയാൽ മതി. സോ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. സോ ഇത് നോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ആദ്യം ഈ ഒരു സെഷൻ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ബുക്കും പേപ്പറും എടുത്ത് കയ്യിൽ വെച്ചേക്കാം. ഓക്കെ, പറയുന്ന കാര്യം നോട്ട് ചെയ്ത് പോകും. നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതിനെ കൊണ്ട് തന്നെ ഇത് ക്ലിയർ ആവും. ഓക്കെ, ഒരു പേനയും ബുക്കും എപ്പോഴും കയ്യിൽ വെച്ചേക്കുക. ശ്രദ്ധിക്കുക. സോ അപ്പോൾ ഇതൊരു കോവാലന്റ് ബോണ്ടാന്നുള്ള കാര്യം ഓക്കെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ എഴുതുക? സോ നോക്കിക്കോ. നൈട്രജൻ അറ്റോം നമ്പർ 7 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,5. കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി നോക്കാം. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നായിരുന്നു എങ്ങനെയാണ് ഒരാളുടെ കോവാലന്റ് ബോണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളത്. എങ്ങനെയായിരുന്നു? ഓക്കെ, നൈട്രജൻ ഔട്ടർ മോസ്റ്റ് 5 ഇലക്ട്രോൺ ആണ്. സ്റ്റേബിൾ ആവാൻ വേണ്ടി ഇനിയും 3 ഇലക്ട്രോൺ ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇയാൾക്ക് 3 ഇലക്ട്രോൺ വേണമെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം? 3 ഇലക്ട്രോൺ ആയി നമുക്ക് തരണം. സോ ഞാൻ എന്ത് ചെയ്തു? നൈട്രജന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ആദ്യം N വരച്ചു. ഇയാളുടെ കയ്യിൽ നിന്ന് 3 എണ്ണം ഞാൻ ഈ വാങ്ങി. ബാക്കി തരണമുണ്ട് 2 എണ്ണം. കണ്ടോ? ഇനി അപ്പുറത്തെ നൈട്രജന്റെ കയ്യിൽ നിന്ന് ഞാൻ 3 എണ്ണം വാങ്ങി. ബാക്കി തരണമുണ്ട് 2 എണ്ണം. ഇനി ഞാൻ വാങ്ങിച്ച 3 എണ്ണം ഉണ്ടല്ലോ, അത് ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നു. എന്ത് ചെയ്യുന്നു? 1, 2, 3, 1, 2, 3. കണ്ടോ? ക്ലിയർ ആണോ? ഈ നൈട്രജന്റെ ഇലക്ട്രോൺ അവിടെ ചേർത്ത് പിടിക്കുന്നു. ഈ നൈട്രജൻ ഇലക്ട്രോൺ അവിടെ എന്ത് ചെയ്യുന്നു? ചേർത്ത് പിടിക്കുന്നു. പറയടാ, ഇവർ തമ്മിൽ ബോണ്ട് ഏതാ? 1 ബോണ്ട്, 2 ബോണ്ട്, 3 ബോണ്ട്. ഇവർ തമ്മിലുള്ള ബോണ്ട് ഏതാണ്? ഇവർ തമ്മിലുള്ള ബോണ്ട് ട്രിപ്പിൾ ബോണ്ടാണ്. എന്ത് ബോണ്ടാണ്? ട്രിപ്പിൾ ബോണ്ടാണ്. സോ ആൻസർ ഈസ് ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്ലോറിൻ. ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ക്ലോറിൻ അറ്റോം നമ്പർ 17 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് വരും? നമുക്കറിയാം ആകെ 3 ഷെല്ലാണുള്ളത്. K, L, M. K ഷെല്ലിൽ മാക്സിമം ഇരിക്കാൻ പറ്റുന്ന ഇലക്ട്രോണാണ് 2. L ഷെല്ലിൽ മാക്സിമം ഇരിക്കാൻ പറ്റുന്ന ഇലക്ട്രോണാണ് 8. അപ്പൊ തന്നെ 10 ആയില്ല. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺ? 7. 2, 8, 7. ക്ലിയർ ആണോ? ഓക്കെ. സോ ഇതിന്റെ 2, 8, 7. അടുത്ത റിയാക്ഷൻ ഇൻ വിച്ച് ഇലക്ട്രോൺസ് ആർ ഗെയിൻഡ് ഓർ അക്സെപ്റ്റഡ് ഓർ കപ്പിൾഡ്. ശ്രദ്ധിച്ചു കേൾക്കുക. ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് വായിക്കുക. ഇത് എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. വായിക്കട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് വായിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: റിയാക്ഷൻ ഇൻ വിച്ച് ഇലക്ട്രോൺസ് ആർ ഗെയിൻഡ് ഓർ അക്സെപ്റ്റഡ്. ഇലക്ട്രോണിനെ വാങ്ങിക്കുകയോ ഓർ അക്സെപ്റ്റ് ചെയ്യുക, രണ്ടും ഒരു കാര്യമാണ്. ഇലക്ട്രോണെ വാങ്ങുന്നതും അക്സെപ്റ്റ് ചെയ്യുന്നതും ഒരു കാര്യമാണ്. അപ്പൊ ഇലക്ട്രോണെ വാങ്ങുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന റിയാക്ഷൻ വിളിക്കുന്ന പേര് എന്തെന്നാ ചോദിച്ചേക്കുന്നത്? ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് റെഡോക്സ് പഠിപ്പിച്ചപ്പോ, റെഡോക്സ് ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു, എന്നാലും ശ്രദ്ധിക്കുക. റെഡോക്സ് റിയാക്ഷൻ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓയിൽ റിഗ്.
എന്താ പഠിക്കുക? ഓയിൽ റിഗ്. നോക്കേടാ, ഓക്സിഡേഷൻ, O for oxidation, ഈസ് L for losing electron. അപ്പൊ റിഗ് എന്താണ്? R എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ, ഈസ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ അല്ലേ? സോ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്ന പ്രോസസ് ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞ ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ് ആണ്, വാങ്ങിക്കുന്ന പ്രോസസ് ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന പ്രോസസ്സും ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന പ്രോസസ്. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? റൈറ്റ് ദ റിയാക്ഷൻ ഇൻ വിച്ച് ഇലക്ട്രോൺസ് ആർ ഗെയിൻഡ്. വാങ്ങുന്ന പ്രോസസ് ഏതാണ്? റിഡക്ഷൻ ആണ്. ഇലക്ട്രോണിനെ വാങ്ങുന്ന പ്രോസസ് ഏതാണ്? റിഡക്ഷൻ ആണ്. ഇലക്ട്രോണിനെ വാങ്ങുന്ന പ്രോസസ് റിഡക്ഷൻ ആണ്. ഓക്കെ ആണോ? സോ ഒന്ന് മനസ്സിലാക്കുക, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ ഇലക്ട്രോണെ കൊടുക്കുന്ന പ്രോസസ്സും റിഡക്ഷൻ എന്ന് പറഞ്ഞ ഇലക്ട്രോണെ വാങ്ങുന്ന പ്രോസസ്സുമാണ്. സോ ഇതിന്റെ ആൻസർ റിഡക്ഷൻ ആണ്. അടുത്ത, ഹൂ ഇസ് ദ ഫൗണ്ടർ ഓഫ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം? എടാ ഇതുവരെ അറിയില്ലെങ്കിൽ ഇപ്പൊ പഠിച്ചോ. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം കണ്ടുപിടിച്ചത് ലൂയിസ് ആണ്. എന്താണ്? ലൂയിസ്. എഴുതി വെച്ചോ. കണ്ടുപിടിച്ചത് ലൂയിസ്. നമ്മൾ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ. ലൂയിസ് കണ്ടുപിടിച്ചതിനെ കൊണ്ടാണ് അതിനെന്ത് വിളിക്കുക? ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് വിളിക്കുക. ഓക്കെ, നൈസ്. അടുത്ത, ദ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ആറ്റം ഇൻ എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിനകത്തുള്ള ഓക്സിഡേഷൻ നമ്പറിന്റെ സം എപ്പോഴും 0 ആയിരിക്കും. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ. ഒരു കോമ്പൗണ്ട് എടുക്കുക, സപ്പോസ് NaCl. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. Nയുടെ ചാർജ് +1, Cl ന്റെ ചാർജ് -1. കൂട്ടി നോക്കേടാ. ഒരു ഓക്സിഡേഷൻ, ഒരു കോമ്പൗണ്ടിനകത്തുള്ള ഓക്സിജൻ സ്റ്റേറ്റ് കൂട്ടി നോക്കിയാൽ +1 -1 എത്ര കിട്ടും? 0 കിട്ടും. അതേപോലെ ഏത് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഓക്സിഡേഷൻ നമ്പറിന്റെ സമ്മ്, ആ കോമ്പൗണ്ടിനകത്തുള്ള ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പറിന്റെ സം എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത, ഫൈൻഡ് ഔട്ട് ദ, അപ്പൊ ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഈ തന്നിരിക്കുന്ന 2 കോമ്പൗണ്ടുകളിലും സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ അതിനു വേണ്ടി ആദ്യം എന്ത് ചെയ്യണം? സൾഫറിനെ നമുക്ക് അറിയില്ല, പക്ഷെ ഓക്സിജനെ നമുക്ക് അറിയാം. ഓക്സിജന്റെ എത്രയാണ്? ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? ഓക്സിജന്റേത് -2 ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്സിജന്റേത് -2 ആണ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? നോക്കി, ആദ്യം നമുക്ക് A ക്വസ്റ്റ്യൻ ചെയ്യാം. A ക്വസ്റ്റ്യൻ ആരാ? SO2. ശ്രദ്ധിക്കുക, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അറിയാത്ത ആളെ X എന്നങ്ങ് വിളിക്കുക. ഇനി അറിയുന്ന ആളെ നിങ്ങൾ -2 എന്ന് വിളിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ഓക്സിജന്റെ ഓക്സിജൻ നമ്പർ എത്രയാണ്? -2 ആണ്. ഇല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചോ, ഓക്സിജന്റെ ഓക്സിജൻ നമ്പർ എപ്പോഴും എന്തായിരിക്കും? -2 ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നോക്കേ, ആദ്യം ഇയാളെ എടുത്ത് എഴുതുക, X. ഇയാളെ ആരുടെ എത്ര? X. ഇനി എത്ര X ഉണ്ട് ഇവിടെ? എത്ര സൾഫർ ഇവിടെ കാണാൻ വരുന്നുണ്ട്? ഒരേ ഒരു സൾഫർ അല്ലേ കാണാൻ വരുന്നുള്ളൂ. സോ X × 1 ബ്രാക്കറ്റിലാക്കുക, പ്ലസ് അടുത്ത ആരുടെ? ഓക്സിജൻ. ഓക്സിജൻ എത്ര ചാർജ്? -2. എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ × 2 0. നമ്മളിപ്പോ ഇവിടെ ആക്ച്വലി എന്ത് ചെയ്ത്, ഈ ഇരിക്കുന്ന കോമ്പൗണ്ടിന്റെ ചാർജിന്റെ എന്തെടുത്തു? സം എടുത്തു. എപ്പോഴും ചാർജിന്റെ സം എന്തായിരിക്കും? 0 ആയിരിക്കും, നേരത്തെ പറഞ്ഞു. ഓക്കെ, സോ ആദ്യം X × 1 പ്ലസ് -2 × 2 0 എന്ന് കിട്ടി. ഇനി X × 1 എന്തുവാണ്? X തന്നെയാണ്. പ്ലസ് -2 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 0. ഇനി X ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഈ -4 എന്ത് ചെയ്തു? ഈക്വൽ സൈൻ്റെ അപ്പുറം കൊണ്ടുപോയി. അപ്പൊ എന്തായിട്ട് മാറും? -4 ഈക്വൽ സൈൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ +4 ആയിട്ട് മാറും. +4 ഈക്വൽ സൈൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ -4 ആയിട്ട് മാറും. × 4 പോയി കഴിഞ്ഞാൽ /4 ആവുന്നത് മാറും. ഓക്കെ അല്ലേ? സോ X is equal to -4 അപ്പം +4 കിട്ടും. X ന്റെ വാല്യൂ എത്ര കിട്ടിയടാ? +4 കിട്ടി. അപ്പൊ SO2-നകത്തുള്ള S ന്റെ ചാർജ് എന്താണ്? +4 ആണ്. SO2-നകത്തുള്ള S ന്റെ ചാർജ് +4 ആണ്. ക്ലിയർ ആണോ? SO2-നകത്തുള്ള S ന്റെ ചാർജ് +4 ആണ്. SO2-നകത്തുള്ള X ന്റെ ചാർജ് +4 ആണ്. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കാത്ത SO3 നോക്കാം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. SO3 ആദ്യം S നെ എന്ത് വിളിച്ചു? ഞാൻ X എന്ന് വിളിച്ചു. ഓക്സിജനെ നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാണ്? -2 ആണ്. ഓക്കെ, സോ X × 1 എന്താണ്? ഞാൻ ഇവിടെ 1 എന്ന് ഇൻറ്റു ചെയ്തേ, കാരണം ഇവിടെ ഒരേ ഒരു S ഉള്ളൂ. പ്ലസ് -2 ഓക്സിജന്റെ ചാർജ് എത്ര? -2 ആണ്. എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ × 3 0.
സോ എക്സ് പ്ലസ് മൈനസ് 2 into 3 എന്ന് പറഞ്ഞാൽ മൈനസ് 6 ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 6 അപ്പുറം കൊണ്ടുപോകുമ്പോൾ പ്ലസ് 6. കണ്ടോ? അപ്പോ എസിന്റെ ചാർജ് എന്താ ഇവിടെ? പ്ലസ് 6. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എസിന്റെ ചാർജ് ഇവിടെ പ്ലസ് 6 ആണ്. എസിന്റെ ചാർജ് ഇവിടെ പ്ലസ് 6 ആണ്. നൈസ്. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നോക്കാം. അലൂമിനിയം റിയാക്ട്സ് വിത്ത് എയർ ടു ഫോം അലൂമിനിയം ഓക്സൈഡ്. അലൂമിനിയം എയറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അലൂമിനിയം ഓക്സൈഡ് ആയിട്ട് മാറി. അപ്പൊ നോക്കുക എന്താണ് ഇവിടെ നടക്കുന്നത്. അലൂമിനിയം, ഇതാണ് നമ്മുടെ അലൂമിനിയം Al. അലൂമിനിയം എന്ത് ചെയ്തു? എയറുമായിട്ട് റിയാക്ട് ചെയ്തു. അലൂമിനിയം എന്ത് ചെയ്തു? എയറുമായിട്ട് റിയാക്ട് ചെയ്തു. നിങ്ങൾ എപ്പോഴെങ്കിലും എയറുമായിട്ട് റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കേണ്ടത് O2 പ്ലസ് O2 എന്ന് എഴുതണം. എയറുമായിട്ട് റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്ന അർത്ഥം? O2. ഓക്കെ അല്ലേ? സോ അലൂമിനിയം എയറുമായിട്ട് റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അലൂമിനിയം O2 ആയിട്ട് റിയാക്ട് ചെയ്തു. അപ്പൊ എന്തുണ്ടായി? അലൂമിനിയം ഓക്സൈഡ് ഉണ്ടായി. എന്തുണ്ടായി? അലൂമിനിയം ഓക്സൈഡ്. ശ്രദ്ധിച്ചു കേൾക്കുക, അലൂമിനിയം ഓക്സൈഡ്. എടാ മക്കളെ, നിങ്ങൾക്ക് അലൂമിനിയം ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല അറിയോ? ഇല്ല. നീ അറിയാമെങ്കിൽ നിങ്ങൾ എഴുതിക്കോ. അറിഞ്ഞുകൂടാമെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക. അലൂമിനിയം ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല നിങ്ങൾക്ക് അറിഞ്ഞുകൂടാമെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്ക്, അലൂമിനിയം ഓക്സൈഡിനകത്ത് എന്തൊക്കെയുണ്ട് അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അലൂമിനിയം ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അലൂമിനിയം ഓക്സൈഡിനകത്ത് എന്തൊക്കെയുണ്ട്? അലൂമിനിയം ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അലൂമിനിയത്തിന്റെ ഓക്സിജന്റെ വാലൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നോക്ക്, അലൂമിനിയം അറ്റോമിക് നമ്പർ 13. എത്ര ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 2, 8, 3. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തോടെ? 2, 6. ആണോ? നോക്ക്, ഔട്ടർ മോസ്റ്റ് ഷെല്ല് 3 ഇലക്ട്രോൺ. അലൂമിനിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 3 ഇലക്ട്രോൺ. സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യണം? സ്റ്റേബിൾ ആവാൻ വേണ്ടി 3 കൊടുക്കണം. +3. കണ്ടോ? വാലൻസ് എന്ത്? ഇതാണ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ. വാലൻസ് എത്ര വരും? വാലൻസ് 3. ഓക്സിജൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ. സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യണം? 2 വാങ്ങണം. -2. വാലൻസ് എന്ത് വരും? 2. എടാ, ഈ ഒരു ഓക്സിഡേഷൻ നമ്പറിന്റെ ഈ മൈനസ് ചാർജ് അങ്ങ് എടുത്ത് കളഞ്ഞാൽ, അല്ലെങ്കിൽ ചാർജ് എടുത്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വാലൻസ് കിട്ടും. ഓക്കെ, ഇതിനകത്ത് ആരാ പോസിറ്റീവ്? എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളൊരു കോമ്പൗണ്ടിന്റെ പേര് എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ട ആളെ അയാളെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇതിനകത്ത് ആരാ പോസിറ്റീവ്? +3 ആണോ -2 ആണോ? അഫ്കോഴ്സ് അലൂമിനിയം. സോ അലൂമിനിയത്തിന്റെ ഫസ്റ്റ് എഴുതണം, ഓക്സിജനെ സെക്കൻഡ് എഴുതണം. ഇനി അലൂമിനിയത്തിന്റെ വാലൻസ് എത്ര? 3 ആണ്, താഴെ എഴുതി. ഓക്സിജന്റെ വാലൻസ് എത്ര? 2 ആണ്, താഴെ എഴുതി. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. ഈ ഓക്സിജൻ 2 എടുത്തിട്ട് അലൂമിനിയത്തിന് കൊടുക്കുക, അലൂമിനിയത്തിന്റെ 3 എടുത്തിട്ട് ഓക്സിജൻ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? Al2O3. കണ്ടോ? ഇതാണ് അലൂമിനിയം ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല. ഏത് സാധനം കിട്ടിയാലും നിങ്ങൾക്ക് അതിന്റെ പേരിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. സോ അലൂമിനിയം ഓക്സൈഡ് നോക്കെ, അലൂമിനിയം റിയാക്ട്സ് വിത്ത് എയർ ടു ഫോം അലൂമിനിയം ഓക്സൈഡ്. അലൂമിനിയം ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല കിട്ടിയില്ല. എന്താണ് അലൂമിനിയം ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല? Al2O3. ക്ലിയർ ആണോ? അതാണ് ഫസ്റ്റ് സെന്റൻസ് ക്വസ്റ്റ്യന്റെ. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് അലൂമിനിയം ഓക്സൈഡ്? കണ്ടോ, അലൂമിനിയം ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല നമുക്ക് ഇവിടെ കിട്ടി. കുഴപ്പമുണ്ടോ? ഇല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. റൈറ്റ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ആറ്റം ബൈ ആറ്റം എണ്ണി നോക്കണം. എത്ര അലൂമിനിയം? 1 അലൂമിനിയം. എത്ര അലൂമിനിയം? 2 അലൂമിനിയം. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെയും നമുക്ക് 2 ആക്കണം. 2 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതാ ഇവിടെ 2 ഇട്ട് കൊടുത്താൽ മതി. 2 അലൂമിനിയം അല്ലേ? ഇവിടെ 2 അലൂമിനിയം, ഇവിടെ 2 അലൂമിനിയം. ഇനി എത്ര ഓക്സിജൻ? 2 ഓക്സിജൻ. എത്ര ഓക്സിജൻ? 3 ഓക്സിജൻ. ഇവിടെ 2ഉം ഇവിടെ 3ഉം. അതിനെങ്ങനെ ബാലൻസ് ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 × 2 3 ആവുമോ? ഇല്ല. ഓക്കെ, ഇതേ ഇൻറ്റു ഇതാണ് നമ്മൾ ആറ്റങ്ങളുടെ എണ്ണം പറയുന്നത്. അപ്പോ ഇവിടെ ഒരു നമ്പർ ഇട്ട് കൊടുത്താൽ ഇത് ആവൂല. അപ്പോ ഇവിടാണ് കുറവ്. ഇവിടെ എങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റും? നോക്ക്, സപ്പോസ് ഇവിടെ 3 എണ്ണം ഉണ്ട്. ഓക്കെ, ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 3 ഓക്സിജൻ ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ പറഞ്ഞു. ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു നമ്പർ ഇടുക. ഇവിടെ ഞാൻ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വല്ല മാറ്റവും വരുവാടാ? 1 എടുത്ത് വല്ല മാറ്റവും വരും? ഇല്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുന്നു. എന്തിട്ട് കൊടുക്കുന്നു? 2 കൊടുക്കുമ്പോൾ എന്ത് മാറ്റം വരുന്നത്? 2 × 3 എത്ര ഓക്സിജൻ? 6. ഇവിടെ 6 ആകാൻ പറ്റുമോ? എങ്ങനെ? ഇവിടെ ഒരു 3 ഇട്ട് കൊടുത്താൽ പോരാടാ. ഇവിടെ ഒരു 3 ഇട്ട് കൊടുത്താൽ 6 ആവത്തില്ലേ? എടാ ആവോ? ആവോ. നോക്ക്, ഒന്നുകൂടെ പറയാം. നോക്കാം, ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കാം.
ഓക്കെ, നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? അലൂമിനിയത്തിന് നോക്കി. അലൂമിനിയം 1, അലൂമിനിയം 2. ഇവിടെ ബാലൻസ് ആകാൻ വേണ്ടി ഇട്ട് കൊടുത്തു, 2 ഇട്ട് കൊടുത്തു. ഇനി ഓക്സിജൻ ഇവിടെ 2ഉം ഓക്സിജൻ ഇവിടെ 3ഉം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എന്തായാലും നമുക്ക് ഈ 2നെ 3 ആക്കാൻ പറ്റില്ല ഒരു സാധനം വെച്ച് ഇൻഡു ചെയ്തിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇടാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു നമ്പർ ഇട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ? നോക്കാം. ഇവിടെ ഞാൻ ഒരു 2 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ ഓക്സിജൻ എത്ര ആയി? 2 × 3 6 ഓക്സിജൻ ആയി. ഇവിടെ എത്ര ഓക്സിജൻ ആയി? 2 × 3 6 ഓക്സിജൻ ആയി. ഇവിടെ 6 ആക്കാൻ പറ്റുമെന്ന് നീ നോക്ക്. അങ്ങനെ നോക്ക്. ഇവിടെ 3 ഇട്ട് കൊടുത്താൽ 6 ആവത്തില്ല. 3 × 2 6 ആവത്തില്ലേ? ആകുവോ? ആവും. ഓക്കെ അല്ലേ? ഇനി അപ്പോ ഒന്നുകൂടെ എന്നാ, 2 അലൂമിനിയം ആണത്. 2 × 2 4 അലൂമിനിയം വന്നു. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 4 അലൂമിനിയം ആക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഇതങ്ങ് മായ്ച്ചു കളഞ്ഞിട്ട് ഇവിടെ എന്ത് എഴുതുന്നു? 4 അലൂമിനിയം. ഓക്കെ, ഒന്നുകൂടെ എണ്ണിക്കോ. 4 അലൂമിനിയം 4 അലൂമിനിയം. 3 × 2 6 ഓക്സിജൻ. 2 × 3 6 ഓക്സിജൻ. ബാലൻസ്ഡ് ആയി. സോ ഇതിന്റെ ആൻസർ വരുന്നത് 4Al plus 3O2 gives 2Al2O3. ഓക്കെ ആണോ? അപ്പൊ അതാണ് ആ ക്വസ്റ്റ്യൻ. അടുത്ത ദിവസം നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. സോഡിയം മെറ്റൽസ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ. ഒന്നുകൂടെ. സോഡിയം മെറ്റൽസ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു പ്രൊഡ്യൂസ് സോഡിയം ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ. അന്നേരം താഴെ നമുക്ക് എണ്ണ എന്ന് വെച്ചാൽ സോഡിയം ആണ്, HCl എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ബാക്കി 2 സാധനം എന്തോന്ന് ചോദിച്ചേക്കോ. മുകളിൽ അതിന്റെ ആൻസർ തന്നിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കാത്തതിനെ കൊണ്ടാ. നോക്ക്, സോഡിയം മെറ്റൽ, ഇതാണ് സോഡിയം മെറ്റൽ കണ്ടോ. റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതാണ്. ടു പ്രൊഡ്യൂസ് സോഡിയം ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ. എന്തൊക്കെ ഉണ്ടാക്കും? സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കും, ഹൈഡ്രജൻ ഉണ്ടാക്കും. നിങ്ങൾക്ക് അറിയാം സോഡിയം ക്ലോറൈഡ് കെമിക്കൽ ഫോർമുല എന്താണ്? NaCl പ്ലസ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ H2. കണ്ടോ? Na plus HCl gives NaCl plus H2. നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അവിടെ, നിങ്ങൾ നോക്കിയെടുത്ത് എഴുതിയാൽ മാത്രം മതി. അടുത്ത ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻ ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്ന കെമിക്കൽ ഇക്വേഷൻ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്ത് തരണം. എങ്ങനെ ബാലൻസ് ചെയ്യാം നോക്കേ. നമ്മുടെ ഇക്വേഷൻ എന്താ? Na plus HCl gives NaCl plus H2. ആദ്യം ഓരോന്നോരോന്ന് നോക്കാം. ഒരെണ്ണ കുഴപ്പമില്ല. ഒരH 2H ബാലൻസ്ഡ് ആണോ? അല്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഒരെണ്ണം ഇട്ട് കൊടുക്കണം. എപ്പോഴെങ്കിലും നിങ്ങൾ നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് മറക്കരുത്. എപ്പോഴെങ്കിലും നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും കൂടെ എന്ത് ചെയ്യുക? എണ്ണി നോക്കുക. ഒരെണ്ണ 2H 2Cl. ഇവിടെ ഒരു Cl അല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഒരെണ്ണം ഇട്ട് കൊടുക്കുക. നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് തൊട്ട് പിന്നെ വേണം. നോക്ക്, ഒരെണ്ണ 2N ബാലൻസ്ഡ് ആണോ? അല്ല. ബാലൻസ് ആക്കാൻ വേണ്ടി എന്തിട്ട് കൊടുക്കണം? ഒന്നുകൂടെ 2N. ഓക്കെ, ആ 2N 2H 2Cl മനസ്സിലായി. ഒന്നുകൂടെ നോക്കിയാൽ എങ്ങനെ ചെയ്തെന്ന്. നോക്ക്, 2N Na plus HCl gives NaCl plus H2. ഒരെണ്ണ ബാലൻസ്ഡ് ആണ്. ഒരു H 2H ബാലൻസ്ഡ് അല്ല. ഇവിടെ 2H ഉണ്ട്, ഇവിടെ ഒരു H ഉള്ളു. അപ്പൊ ഞാൻ ഇവിടെ 2 ഇട്ട് കൊടുത്തു. ഓക്കെ, ഒരെണ്ണ 2H 2Cl ഒരു Cl. ഇവിടെ ബാലൻസ്ഡ് ആണോ? അല്ല. ഇവിടെ എന്തിട്ട് കൊടുക്കണം? 2 ഇട്ട് കൊടുക്കണം. എപ്പോഴെങ്കിലും നമ്പർ ഇട്ട് കൊടുത്ത് എന്ത് ചെയ്യണം? ഒന്നും കൂടെ പിന്നെ എണ്ണണം. ഒരെണ്ണ 2N ബാലൻസ്ഡ് ആണോ? അല്ല. ഇവിടെ ഇട്ട് കൊടുക്കാം. 2H 2Cl 2Cl ബാലൻസ്ഡ് ആകണ്ടോ? പക്ഷേ ബാലൻസ്ഡ് ഇക്വേഷൻ. സോ ബാലൻസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 2Na plus 2HCl gives 2NaCl plus H2. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ
ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ് നമ്മൾ. ശ്രദ്ധിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ഉണ്ട്. നമ്മൾ നേരത്തെ അതേപോലത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇതിനകത്തെല്ലാം മാംഗനീസ് ഉണ്ട്. ഈ മാംഗനീസിന്റെ ഒക്കെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. നോയിക്കോ. മാംഗനീസിന്റെ ഒക്കെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കണം? നോക്ക്, നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എഴുതാം. ആദ്യം MnO2 ആണ് കണ്ടുപിടിക്കേണ്ടത്. Mന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിഞ്ഞുകൂടാം. നമ്മൾ അതിനെ എന്ത് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. ഓക്സിന്റെ എത്ര ആണ്? -2 ആണ്. എങ്ങനെ എഴുതും? സോ ഒരു എക്സ് അല്ലേ ഉള്ളൂ ഇവിടെ. എക്സ് ഇൻറ്റു 1 പ്ലസ് എത്ര ഓക്സിജൻ? 2 ഓക്സിജൻ. -2 ഇൻറ്റു 2 ഈക്വൽ ടു 0. അടുത്ത എക്സ് പ്ലസ് -2 ഇൻറ്റു 2 എന്താണ്? -4 ഈക്വൽ ടു 0. കുഴപ്പമുണ്ടോ? ഇല്ല. എക്സ് ഈക്വൽ ടു -4 അപ്പുറം പോകുമ്പോൾ +4. എക്സിന്റെ ജാതകത്തിൽ ഇടാം +4. അപ്പൊ MnO2-നകത്ത് Mന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. അടുത്ത Mn2O4 നോക്കുക. Mn2O7. ഓക്കെ, Mന്റെ ഓക്സിജൻ നമ്പർ നമുക്ക് അറിഞ്ഞുകൂടാം. നമ്മൾ എന്ത് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. ഓക്സിജന്റെ എന്താണ്? -2. ശ്രദ്ധിക്കുക, എക്സ് ഇൻറ്റു എത്ര Mn ഉണ്ട് ഇവിടെ? ഇവിടെ നോക്കട്ടെ, ഇവിടെ 2 Mn ഉണ്ട്. എക്സ് ഇൻറ്റു 2 ബ്രാക്കറ്റിലാക്കുക പ്ലസ് -2 ഇൻറ്റു 7 is equal to 0. എക്സ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 2 തന്നെ ഇടുക. എക്സ് ഇൻറ്റു 2 പ്ലസ് -2 ഇൻറ്റു 7 എത്രയാണ്? -14 is equal to 0. എക്സ് ഇൻറ്റു 2 ഈ -14 ഈക്വൽസിന് അപ്പുറം കൊണ്ട് എന്തായിട്ട് മാറും? +14 ആയിട്ട് മാറും. ഓക്കെ, സോ എക്സ് ഇൻറ്റു 2 is equal to +14. ഇനി ഇവിടെ നമുക്ക് എക്സ് മാത്രമല്ലേ വരാൻ പാടുള്ളൂ. ഇവിടെ ഇൻറ്റു 2 ഇല്ലേ? ഇൻറ്റു 2 അപ്പുറം കൊണ്ടുപോയപ്പോൾ എന്തായിട്ട് മാറും? Divide by 2 ആയിട്ട് മാറും. So x is equal to +14 divide by 2, that is +7. എത്ര ടൂടാ? +7. ക്ലിയർ ആണോ? ഇനി KMnO4 നോക്കാം. KMnO4 നോക്കുമ്പോൾ എന്ത് വരും? KMnO4 നോക്കി. KMnO4 എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ കിണറ്റിലൊക്കെ ഇടുന്ന സാധനമാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. നോക്ക്, ഇതിനകത്ത് നമുക്ക് 2 കാര്യം അറിഞ്ഞിരിക്കണം. ഒന്ന്, പൊട്ടാസ്യന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്, ഓക്സിജൻ്റെത് -2 ആണ്. ഈ 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? നോക്കാം. അപ്പോൾ പൊട്ടാസ്യം +1 ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ തരും കേട്ടോ പൊട്ടാസ്യന്റെ കാര്യമൊക്കെ. +1 ഇൻറ്റു എത്ര പൊട്ടാസ്യം ഉണ്ടോ? 1 പൊട്ടാസ്യം പ്ലസ് Mന്റെ നമുക്ക് അറിയില്ല, അറിയാത്ത ആളെ നമ്മൾ എന്ത് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. എക്സ് ഇൻറ്റു എത്ര Mn ഉണ്ട്? 1 Mn ഇൻറ്റു 1 പ്ലസ് ഓക്സിജൻ എത്രയാണ്? -2. എത്ര ഓക്സിജൻ? 4 ഓക്സിജൻ. -2 ഇൻറ്റു 4 is equal to 0. പ്ലസ് 1 ഇൻറ്റു 1 എത്ര കിട്ടും? +1 തന്നെ കിട്ടും. പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ് തന്നെ കിട്ടും. പ്ലസ് -2 ഇൻറ്റു 4 -8 കിട്ടും. ഈക്വൽ ടു 0. ഇനി എക്സിനെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും എന്ത് ചെയ്യുക? അപ്പുറം കൊണ്ടുപോകാം. സോ എക്സ് is equal to +1 +1നെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറണം? -1 ആയിട്ട് മാറും. -8നെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറണം? +8 ആയിട്ട് മാറും. എന്ത് കിട്ടും? -1 +8. പ്ലസ് മൈനസ് വന്നാൽ എന്ത് ചെയ്യണം? വലുതീന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. അപ്പോൾ 8ൽ നിന്ന് 1 കുറയ്ക്കുക +7. എന്ത് കിട്ടൂടാ? +7. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബാലൻസ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ. നോക്കിക്കോ, ഈ ബാലൻസിങ്ങും ഈ ഇത് കണ്ടുപിടിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ശ്രദ്ധിക്കാം. സോ നമുക്ക് Mg + HCl gives MgCl2 + H2 ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ആറ്റങ്ങളായിട്ട് എണ്ണി നോക്കാം. ഒരു Mg ഒരു Mg കുഴപ്പമില്ല. ഒരു Mg കുഴപ്പമില്ലല്ലോ. രണ്ടും ഓരോ Mg വെച്ചേ ഉള്ളൂ. ഒരച്ച് ഇവിടെ 2H. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 ഇട്ട് കൊടുക്കാം. കണ്ടോ? അപ്പൊ 2 2H ആയില്ലേ?
എപ്പോഴെങ്കിലും നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തൊട്ട് പിന്നെ എണ്ണണം. ഒരു എം ജി, ഒരു എം ജി, 2H, 2H, 2Cl, 2Cl, ബാലൻസ് ആയി. ബാലൻസ് ആയി, ഇക്വേഷൻ ബാലൻസ് ആയി. നമ്മൾ രണ്ട് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അടുത്ത Na plus H2O gives NaOH plus H2. നോക്കാം. Na plus H2O gives NaOH plus H2. അത് നോക്ക്, ഒരു Na, ഒരു Na, കുഴപ്പമില്ല. 2H, 2H ആണോ? നമ്മൾ നോക്കേണ്ടത് ഈ ഒരു സമലത്തെ സകല എച്ചിനെയും നോക്കണം, ഇവിടെ ഒരു സ്ഥലത്തെ സകല എച്ചിനെയും നോക്കണം. മനസ്സിലായോ? അതായത് നമ്മൾ ആറ്റങ്ങളെ നോക്കുമ്പോൾ ഈ ആരോ സൈഡിന്റെ പിറകിലുള്ള എല്ലാവരും ഒറ്റ ടീമാണ്, ആരോ സൈഡിന്റെ മുമ്പിലുള്ള എല്ലാവരും ഒറ്റ ടീമാണ്. അപ്പോ എച്ച് നോക്കുമ്പോൾ ഈ എച്ചിനെ മാത്രം നോക്കിയാൽ പോരാ, ഈ എച്ചിനെ കൂടെ നോക്കണം. മനസ്സിലാക്കുക. അപ്പൊ മൊത്തം എത്ര എച്ച് ഉണ്ട് ഇവിടെ? ഒരു 2H മാത്രമല്ല, ഇതാണ്ടേ ഇവിടെ ഒരു 2 + 1, മൊത്തം എത്ര എച്ച് ഉണ്ട്? 3H ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ 3H ഉണ്ട്, ഇവിടെ 1H ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ എവിടെ കുറവ്? സോറി, ഇവിടെ 2H ഉള്ളൂ, ഇവിടെ അല്ലേ കുറവ്? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 2 അങ്ങ് ഇട്ട് കൊടുത്തു. ഞാൻ ഇവിടെ ഒരു 2 അങ്ങ് ഇട്ട് കൊടുത്തു. ഓക്കെ, എപ്പോഴും നമ്പർ ഇട്ട് കഴിഞ്ഞാൽ അതിന് തൊട്ട് പിന്നെ ഉണ്ട് ഒരു Na, ഒരു Na, 4H. കണ്ടോ? 4H. ഇവിടെ എത്ര H ഉണ്ട്? 3H. ഇവിടെ 2H ഉം ഇവിടെ 1H ഉം. ഇവിടെ എങ്ങനെ 4 ആക്കാൻ പറ്റും? ഇതാ ഇവിടെ 2 ഇട്ട് കൊടുത്താൽ പോരാടാ. ഇവിടെ 2 ഇട്ട് കൊടുത്താൽ ഇവിടെ 2H ആവത്തില്ലേ? അപ്പൊ ഇവിടെ 2 ആവത്തില്ലേ? 2 + 2 4 ആവത്തില്ലേ? ആണോ? ഒന്നുകൂടെ, ഒരു Na, സോറി, ഇവിടെ 2 ഇട്ട് കൊടുത്തപ്പോ എന്ത് പറ്റി? ഇവിടെ 2 Na ആയി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 2 Na ആക്കണം. സോ 2 Na, 2 Na, 4H, 4H, 2 ഓക്സിജൻ, 2 ഓക്സിജൻ. ബാലൻസ് ആയി. അടുത്ത H2 plus I2 gives 2H. സോറി, H2 plus I2. നോക്കേ, ഇത് ഭയങ്കര സിമ്പിളാണ്. H2 plus I2 gives HI. എത്ര H ഉണ്ട്? ഒരു H. 2H. എത്ര H ഉണ്ട്? ഒരു H ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ 2 ഇട്ട് കൊടുത്താൽ മതിയല്ലോ. 2H, 2H, 2I, 2I. സ്റ്റേബിൾ ആയി. ആണോ? ക്ലിയർ ആണോ? ഓക്കെ.